ലോകത്ത് വലിയ ആശങ്ക പടരുകയാണ്. അമേരിക്കയെ ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു തള്ളി പറയുമോ എന്ന്. ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് നാളെ. കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന ഒരു ദിവസമായി ഒരുപക്ഷെ ചരിത്രത്തിൽ നാളെ നവംബർ 18 രേഖപ്പെടുത്തിയേക്കാം. ഇത് പറയാൻ കാരണം നാളെ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിലിൻ്റെ യോഗം ചേരുകയാണ്. സുരക്ഷാ കൗൺസിലിൽ പരിഗണിക്കാൻ പോകുന്ന പ്രമേയങ്ങളിലൊന്ന് പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിനെ അംഗീകരിക്കണമോ എന്നതാണ്. ശരിക്കും ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഡീമിലിറ്ററൈസേഷനും വേണ്ടി ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്, അന്താരാഷ്ട്ര സ്ഥിരതാ സേന എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കണമെന്നുള്ള ട്രംപിൻ്റെ ഒരു ആശയമുണ്ട്. ഈ ആശയം വ്യക്തമാക്കുന്ന പ്രമേയം സുരക്ഷാ കൗൺസിലിൽ നാളെ വോട്ടിങ്ങിന് വരും. അപ്പോൾ അതിനകത്ത് ഗാസയിൽ സമാധാനം വേണം, ആക്രമണം ഒഴിവാക്കണം, അതുകൊണ്ട് സുരക്ഷാ സേനയെ എല്ലാ രാജ്യങ്ങളും വിട്ടുകൊടുക്കണം, സൈനികരെ കൊടുക്കണം എന്നാണ് പ്രമേയത്തിൽ ആദ്യം ഉണ്ടായിരുന്ന പ്രമേയത്തിലുണ്ടായിരുന്നത്. പക്ഷേ വലിയ സമ്മർദ്ദം ട്രംപിന് നേർക്ക് അമേരിക്കയ്ക്ക് മേലുണ്ടായി. അതനുസരിച്ച് ട്രംപിന് ഇപ്പോൾ അമേരിക്കയുടെ പ്രമേയം ഒന്ന് മാറ്റേണ്ടി വന്നിരിക്കുന്നു. ആ പ്രമേയത്തിൽ ഇങ്ങനെ പറയുന്നത്, ക്രെഡിബിൾ പാത്വേ ഫോർ പലസ്തീൻ സ്റ്റേറ്റ്, പലസ്തീൻ രാജ്യത്തിന് വേണ്ടി വിശ്വസനീയമായ ഒരു പാത ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്, ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ ഗാസയിൽ വിന്യസിക്കണമെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രമേയത്തിൽ പറയുന്നത്. പക്ഷേ റഷ്യയുടെ പ്രമേയമുണ്ട്. റഷ്യ പറയുന്നത് പലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ചേ മതിയാവും എന്ന് റഷ്യ പറയുന്നു. ഇനി നേരത്തെ UK, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അംഗീകരിച്ച് പലസ്തീൻ നിലവിൽ വന്നാൽ, ഇപ്പോൾ ചിലരൊക്കെ പറയുന്ന ഇസ്ലാമിക ശക്തികളും ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഒക്കെ പറയുന്നത് പലസ്തീൻ വേണം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരും. പക്ഷേ പലസ്തീൻ എന്ന് പറഞ്ഞാൽ അവർ വിഭാവനം ചെയ്യുന്ന പലസ്തീൻ എന്ന് പറഞ്ഞാൽ ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയാണ്, റിവർ ടു സീ ആണ്. ഓർക്കുന്നില്ലേ, പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധി ധരിച്ചു കൊണ്ടുവന്നൊരു ബാഗ്, അതിൽ റിവർ ടു സീ എന്ന് എഴുതിയിരുന്നു. അപ്പോൾ പലസ്തീൻ രാജ്യം എന്ന് പറഞ്ഞാൽ റിവർ ടു സീ എന്നാണ്. ജോർദാൻ കടൽ മുതൽ മെഡിറ്ററേനിയൻ മധ്യധരണ്യാഴി വരെയുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രയേലില്ല. അപ്പോൾ പലസ്തീൻ രാജ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ നാശം തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രംപിൻ്റെ കാലത്തെയും സഖ്യകക്ഷികളാണ് ഓസ്ട്രേലിയയും കാനഡയായിട്ട് പ്രശ്നങ്ങളുണ്ട്, ട്രംപിന് പ്രശ്നമുണ്ട്, ട്രംപിൻ്റെ അല്ല അമേരിക്കയുടെ. പിന്നെ ഈ പറയുന്നത് പോലെ ബ്രിട്ടനും പലസ്തീനെ അംഗീകരിച്ചു കഴിഞ്ഞു. പലസ്തീൻ രാജ്യം അവർ അംഗീകരിച്ചു, ഇനി എംബസിയൊക്കെ തുറന്നാൽ മതി. ആ തരത്തിൽ നിൽക്കുമ്പോൾ നാളെ ഈ പ്രമേയം പാസ്സായാൽ ഇസ്രയേലിൻ്റെ നാളുകൾ എണ്ണപ്പെടുന്നതിലേക്ക് പോകുമോ? ഇസ്രയേൽ ഒരു വലിയ ശക്തിയാണ്, അങ്ങനെ എണ്ണപ്പെട്ടു പോകാനൊന്നും ഇസ്രയേൽ നിന്നു കൊടുക്കില്ല. അപ്പോൾ എന്താണ്, അമേരിക്ക വെക്കുന്ന ഗാസ പുനഃസൃഷ്ടിക്കായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി പലസ്തീൻ എന്നുള്ള രാജ്യത്തെ അംഗീകരിക്കുന്നതാണ് നാളത്തെ പ്രമേയമെങ്കിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ തന്നെ നെതന്യാഹുവിൻ്റെ കൂടെയുള്ള കക്ഷികളും തീവ്ര വലതുപക്ഷ കക്ഷികളും, നെതന്യാഹുവിനേക്കാൾ തീവ്ര ജുഡായിസം പറയുന്ന പാർട്ടികൾ ഇസ്രയേലിലുണ്ട്. അവർ അതിശക്തമായി എതിർപ്പ് ഉയർത്തിക്കഴിഞ്ഞു. അപ്പോൾ നെതന്യാഹു ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞു, ഇസ്രയേൽ എക്കാലത്തും മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയത്തിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ട് പോവില്ല. ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കില്ല. അതുമാത്രമല്ല, ബീബി ഇന്നലെ പറഞ്ഞ പ്രസംഗത്തിൽ വളരെ നിർണായകമായി പറയുന്നു, ഞങ്ങൾ ഒരിഞ്ചും പിന്നോട്ട് മാറില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ല. ആരാണ് സമ്മർദ്ദം ചെലുത്തുന്നത്? സമ്മർദ്ദം ചെലുത്തുന്നത് ട്രംപാണ്. സമ്മർദ്ദം ചെലുത്തുന്നത് അമേരിക്കയാണ്. ട്രംപിനെ സംബന്ധിച്ച് ഗാസയിൽ നടക്കുന്ന പോരാട്ടം അവസാനിക്കണം. അങ്ങനെ എക്കാലത്തെയും ഒരു ശാശ്വത പരിഹാരം ഇസ്രയേൽ ഈ അറബ് അല്ലെങ്കിൽ പലസ്തീൻ പ്രശ്നത്തിനുണ്ടാക്കിയാൽ ട്രംപിന് ലോകത്തിലെ ഏറ്റവും വലിയ പാക്റ്റ് ഉണ്ടാക്കിയ, സമാധാന കരാറുണ്ടാക്കിയ ആളായിട്ട് മാറാം. അടുത്ത വർഷമെങ്കിലും നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ ഇസ്രയേൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആയുധം വെച്ചാൽ ഞങ്ങളില്ലാതാവും. യുദ്ധം തീരണമെങ്കിൽ അറബ് രാജ്യങ്ങൾ ആയുധം വെച്ചാൽ യുദ്ധം തീരും. പക്ഷെ ഞങ്ങളാണ് ആയുധം വെച്ചാൽ ഞങ്ങളാണ് ഇല്ലാതാവുക. അതുകൊണ്ട് ഞങ്ങൾ ആയുധം താഴെ വെക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഇസ്രയേൽ നെതന്യാഹു അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ അതിശക്തമായ ജനവികാരമുണ്ട്. ചില അഴിമതി കേസുകളുണ്ട്, അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ പ്രസിഡൻറ്റിനെ വിളിച്ചിട്ട് ട്രംപ് ആവശ്യപ്പെട്ടു, നെതന്യാഹുവിനോട് പാർഡൺ ചെയ്യണം, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പ്രസിഡൻറ്റിന് കുറ്റകൃത്യങ്ങൾ ക്ഷമിച്ചു കൊടുക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കും. ഒരു സമയം നെതന്യാഹുവിനെ
സപ്പോർട്ട് ചെയ്യും, തലോടും. പക്ഷേ തനിക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കണം, താൻ ഒരു സമാധാനത്തിൻ്റെ മിശികയായിട്ട് തനിക്ക് ഉദയം ചെയ്യണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. അതേക്കുറിച്ചാണ് ഇപ്പോൾ നെതന്യാഹു ഇന്നലെ പാർലമെൻറ്റ് നീസെറ്റിൽ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു സമ്മർദ്ദത്തിനും ഇറങ്ങില്ല, ഒരു ഇഞ്ചും പുറകോട്ട് പോവില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഉറപ്പുകളല്ല, ഞങ്ങൾക്ക് വേണ്ടത് ട്വീറ്റുകളല്ല. ഇസ്രയേൽ വലിയ മാതൃകാപരമായ തീരുമാനം എടുത്തിരിക്കുന്നു, ഇസ്രയേൽ സമാധാനത്തിൻ്റെ പാതയിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കൈയടിക്കുക, തമ്പിടുക, ഇസ്രയേൽ കൊള്ളാമെന്ന് പറയുകയല്ല വേണ്ടത്. കാരണം ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത ജൂത തലമുറയ്ക്ക് ഈ ലോകത്ത് ജീവിക്കണം. അതിന് പലസ്തീൻ രാജ്യം പറ്റില്ല എന്ന് അസന്നിഗ്ധമായി ബിബിക്ക് നെതന്യാഹുവിന് പറയേണ്ടി വന്നിരിക്കുന്നു. ഇതൊരു വലിയ ക്രൈസിസിലേക്കാണ് പോകുന്നത്. നാളെ പ്രമേയം വോട്ടിലിടുമ്പോൾ അമേരിക്ക പലസ്തീൻ രാജ്യത്തിനു വേണ്ടി പലസ്തീൻ വേണം എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിന് അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കേണ്ടി വരും. നിലപാടെടുത്തില്ലെങ്കിൽ നെതന്യാഹുവിന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും. അപ്പോൾ വലിയ ക്രൈസിസിലേക്ക് പോവുക. ഇനി അമേരിക്ക പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിന് അതിനെ എങ്ങനെ ചെറുക്കാൻ പറ്റും? ഇതൊരു വലിയ ചോദ്യമാണ്. അമേരിക്കയും കൂടി പലസ്തീൻ രാജ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് പലസ്തീൻ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹുവിന് ഇസ്രയേലിന് എത്ര കാലം അമേരിക്കയ്ക്കും കൂടി എതിരെ പോരാടാൻ കഴിയും? കാരണം അമേരിക്കയാണല്ലോ ഇസ്രയേലിന് എല്ലാ സഹായങ്ങളും, സാമ്പത്തിക സഹായം, ആയുധ സഹായം ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് ലോകത്തുണ്ടാകാൻ പോവുകയാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ നിലപാടിനെ പരസ്യമായി ഇസ്രയേൽ തള്ളിപ്പറഞ്ഞാൽ അമേരിക്കയുമായി ശത്രുതയിലേക്ക് മാറുമോ? അതല്ല, ഇപ്പോൾ തന്നെ ഇസ്രയേൽ പറയുന്ന കാര്യമുണ്ട്, ഡീസ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നുണ്ട്, ഡീമിലിറ്ററൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ആയുധമില്ലാത്തവരാക്കി മാറ്റാൻ എന്ത് ചെയ്തു? ഇസ്രയേൽ സേന IDF അവിടെ നിന്ന് മാറിയ സ്ഥലത്തൊക്കെ ഹമാസ് വീണ്ടും പുറത്തു വന്നിട്ട് അവിടെയുള്ള ഈ ഹമാസിനെതിരെ നിലപാട് എടുത്ത ഗോത്ര സംഘടനകളെ മുഴുവൻ വെടിവെച്ചില്ല. ഇസ്രായേൽ സൈനികർക്ക് നേരം വെടിവെക്കുന്നുണ്ട്, തിരിച്ച് ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട്. സീസ് ഫയർ, വെടിനിർത്തൽ പലതവണ ലംഘിക്കപ്പെട്ടു. അപ്പോൾ വല്ലാത്തൊരു കാലുഷ്യത്തിലേക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ദിനമായി നാളത്തെ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ യോഗം മാറുമോ എന്നാണ് ലോകം ഉറ്റുനിൽക്കുന്നത്. മാത്രമല്ല, ഈ നെതന്യാഹു ഇന്നലെ വേറൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ പലസ്തീൻ രാജ്യം അംഗീകരിച്ചാൽ പലസ്തീൻ രാജ്യം ഭരിക്കാൻ പോകുന്നത് ഹമാസ് ആയിരിക്കും. ഇപ്പോൾ ഹമാസ് ഒരു ഭീകര ഗ്രൂപ്പ് മാത്രമാണ്. പലസ്തീൻ രാജ്യം വരികയും അതിൻ്റെ ഭരണം ഹമാസിന് കിട്ടുകയും ചെയ്താൽ അവിടെ ഹമാസ് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് മാറും. ഇപ്പോൾ ഭീകര സംഘടനയിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി, ഭീകര രാഷ്ട്രമായിട്ട് മാറും. ഞങ്ങളുടെ തൊട്ടയൽവക്കത്ത് ഒരു ഭീകര രാഷ്ട്രം, ലോകത്തെ മറ്റ് രാജ്യങ്ങളെപ്പോലെ അംഗീകരിക്കപ്പെടുന്ന എംബസികളുള്ള, ഡിപ്ലോമാറ്റിക് പ്രിവിലേജുകളുള്ള ഒരു രാജ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ ജീവിക്കും എന്ന് നെതന്യാഹു ചോദിക്കുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ ഈ ചോദ്യം ആത്മാർത്ഥമാണോ എന്നത് നാളെ നമുക്കറിയാം. പക്ഷേ ട്രംപിന് ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ കരുതുന്നത് ഇതൊക്കെ വലിയൊരു ടെൻഷൻ ലോകത്തുണ്ടാകുന്നു. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ട്രംപ് ആവട്ടെ, ബൈഡൻ ആവട്ടെ, ഇനി ആരായാലും ഈ പറയുന്ന പോലെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ അനുകൂലമായിട്ട് ജൂതന്മാർക്കെതിരെ ഒരു നിലപാടെടുക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. നമ്മൾ നോക്കും, ബറാക്ക് ഹുസൈൻ ഒബാമ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം പ്രസിഡൻ്റാണെന്ന് പറയാം. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ടെററിസത്തിനെതിരെ ആക്രമണം നടത്തിയത് ഒസാമ ബിൻ ലാദനെ വേട്ടയാടി പിടിച്ചു, അല്ലേ? IS-നെ തകർത്തു. മുസ്ലിം ഭീകരതയ്ക്കെതിരെ മുസ്ലിമായ ഒബാമ പ്രസിഡൻ്റായിട്ട് പോലും നടപടിയെടുക്കേണ്ടി വന്നു. അതാണ് അമേരിക്കൻ സംവിധാനം. അങ്ങനെയാണ്, പ്രസിഡന്റ് അങ്ങനെയൊക്കെ ഇരിക്കും, പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തെ തകർക്കുക എന്നുള്ള അമേരിക്കൻ അജണ്ടയ്ക്ക് മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നു, ലോകത്ത് പലയിടത്തും ഇടപെടൽ നടത്തുന്ന രാഷ്ട്രീയ മാറ്റം, റിജീം ചേഞ്ചുകളൊക്കെ ഉണ്ടാക്കുന്ന ഡീപ്പ് സ്റ്റേറ്റ് അമേരിക്കയാണ് നയിക്കുന്നതെന്ന് എക്കാലം പറഞ്ഞിരുന്നു. ഇപ്പം അമേരിക്ക ഡീപ്പ് സ്റ്റേറ്റിനെതിരെ, ട്രംപ് ഡീപ്പ് സ്റ്റേറ്റിനെതിരെ പൊരുതുകയാണ്, ജോർജ് സോറോസിനെതിരെ പൊരുതുകയാണ്. പക്ഷേ അമേരിക്കയിൽ മറ്റൊരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്, അത് ജ്യൂസിൻ്റെ ഡീപ്പ് സ്റ്റേറ്റാണ്, ജൂതന്മാരുടെ ഒരു ഡീപ്പ് സ്റ്റേറ്റ്. അമേരിക്കയുടെ നിർണായകമായ എല്ലാ പദവികളെയും നിയന്ത്രിക്കുന്നത് ജൂതന്മാരാണ്. ജൂതന്മാരുടെ ഇച്ഛയ്ക്ക് എതിരായിട്ട് ഒരു കാര്യവും അമേരിക്കയുടെ ഇതുപര്യന്തമുള്ള ചരിത്രത്തിലുണ്ടായിട്ടില്ല. അങ്ങനെ ജൂതരാഷ്ട്രത്തെ തന്നെ അപ്രസക്തമാക്കുന്ന ഒരു തീരുമാനം നാളെ ഐക്യരാഷ്ട്രസഭയിൽ സുരക്ഷാ കൗൺസിൽ യോഗം ചേരുമ്പോൾ അമേരിക്കയ്ക്ക് എടുക്കാൻ കഴിയുമോ? ഇന്ന് ട്രംപ് അതിൽ പങ്കെടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അമേരിക്കയുടെ തീരുമാനം അവിടെ അറിയിക്കുന്നതിന് മുമ്പ് നാടകീയമായ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാവാം. ഒരു പക്ഷേ അമേരിക്ക തന്നെ ഇതിനെ വീറ്റോ ചെയ്തു എന്നും വരാം. അമേരിക്ക തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടിനെതിരെ അമേരിക്കയ്ക്ക് ചിലപ്പോൾ വർത്തമാനം പറയുകയോ വീറ്റോ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം പോലും ഉണ്ടായേക്കാമെന്ന് വിലയിരുത്തുന്നവരുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ തള്ളാൻ പറ്റില്ല, ജൂതന്മാരെ തള്ളാൻ പറ്റില്ല. അതാണ് അമേരിക്കയുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, അതാണ്. അപ്പോൾ നാളെ ഇസ്രായേലിൻ്റെ ഭാവി തീരുമാനിക്കുന്ന ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇസ്രായേലിൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുന്നത്, പലസ്തീൻ്റെ ഭാവിയല്ല.
പലസ്തീൻ വന്നു കഴിഞ്ഞാൽ ഇസ്രയേൽ തീർന്നു എന്നാണ് ഇസ്രയേലിൽ വിശ്വസിക്കുന്നത്. കാരണം കടൽ മുതൽ നദി മുതൽ കടൽ വരെ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നവർക്ക് ഒരു രാജ്യം കൊടുത്താൽ ഒട്ടകത്തിന് കൂടാരത്തിൽ തലവെക്കാൻ ഇടം കൊടുത്തതുപോലെ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നാണ് മുഴുവൻ ജൂതന്മാരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നാളെ ഇസ്രയേലിൻ്റെ ഭാവി, പലസ്തീൻ്റെ ഭാവിയേക്കാൾ ഉപരി ഇസ്രയേലിൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. അമേരിക്ക ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞാൽ അത് ലോകത്തിലെ ശാക്തിക ചേരികളിൽ ഒരു വല്ലാത്ത മാറ്റമുണ്ടാക്കും എന്ന് പൊതുവിൽ അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നു.